നമ്മുടെ പിള്ളേര് മഹേഷും ശിവിയും വന്നിട്ടുണ്ട് കേട്ടാ. അവര് പെയിന്റ് അടിയാണ്. അപ്പൊ ആദ്യം മതില് നമ്മൾ ഓരോ ഭാഗം വൃത്തിയാക്കി തന്നപ്പോൾ മതിലിപ്പോൾ വൃത്തികേടായി. അപ്പൊ കമന്റ്സ് വരാണ് മതില് ഇന്നലത്തെ പൂപ്പലൊക്കെ കളഞ്ഞിട്ട് അന്ന് വെള്ള പെയിന്റ് അടിക്കുന്നു. അല്ലെങ്കിൽ ആ പൂക്കളൊന്നും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതന്നെ, ഭംഗിയുള്ള എത്ര ഭംഗിയുള്ള പൂക്കൾ നമ്മൾ സൈഡിൽ വെച്ചാൽ ഇത് പൂപ്പല് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ. പക്ഷേ ഒരു ചേച്ചിയാ 2-3 ചേച്ചിമാര് മറ്റേ ഒരു ക്രീപ്പർ പ്ലാന്റ് പച്ച കളറിലുള്ള ഒരു ചെടി മതിലുമ്മ പറ്റി പിടിച്ച് വളരണത് അത് പടർത്താൻ പറഞ്ഞു. എനിക്ക് അതിനിഷ്ടം പെയിന്റ് അടിക്കണേനേക്കാളും. ഇവിടെ മഹേഷ് ദേ ഇവിടെയൊക്കെ മതിലുമ്മലത്തെ അഴുക്കൊക്കെ പോയപ്പോ നല്ല വൃത്തിയായി. ഇനിയിപ്പോ പെയിന്റ് അടിക്കണ നമ്മുടെ ഗായകൻ മഹേഷ് ഒരു പ്രത്യേക രൂപത്തിലാണ് നിൽക്കുന്നത്. കെഴുകാന്നല്ല ശരി, കിഴങ്ങെന്നാ കെഴുകാന്ന് മേരിക്കൊക്കെ തെറിക്കുന്നുണ്ട്. മഹേഷ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കണ്ട. മഹേഷ് ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കുന്നു. അപ്പുറത്ത് ശിവ ആറ്റത്തുനിന്ന് പെയിന്റ് അടി തുടങ്ങി. അപ്പൊ നമുക്ക് വേഗം പോവാം. ഇവരെ പിള്ളേരുണ്ടല്ലോ, പിന്നെ റബ്ബറും പാല് കുടിച്ചോണെന്ന് പറയും. നമ്മൾ തൃശ്ശൂർക്കാരുടെ ഇടയിൽ ഒരു ഭാഷയുണ്ട്, ചാടി 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 നിൽക്കണ ഒരു റബ്ബറും പാല് കുടിച്ച പോലെ എന്ന് പറയാം. അതുപോലെയാണ് ഈ പിള്ളേര്. ഇവരൊരു സെക്കൻഡ് വെറുതെ ഇരിക്കില്ല. ഇവര് ഇതേ ആറ്റത്തുനിന്നുള്ള ക്ലീനിങ് ഇതേ കണ്ട ഇവിടെ വരയ്ക്ക് എത്തി. ഉച്ചയായപ്പോഴത്തേക്കും ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും ശിവതേ അവിടെ നിന്ന് പെയിന്റ് അടിച്ച് നമ്മളുടെ ബാക്കില് മറ്റേ ഓറഞ്ച് പെയിന്റ് അടിച്ചിട്ട് വർലി പെയിന്റിംഗ് ആയിരുന്നു. അതൊക്കെ പോയി, അതൊക്കെ കളഞ്ഞു. അതിന്റെ ഒരു കോട്ട് തേ കണ്ട അടിച്ചു. അപ്പോ ഇവിടെ നിന്ന് ഈ ഭാഗം വെള്ള അടിക്കുന്ന, ഇവിടെ ഏഷാട്ട് അടിക്കണേ. അങ്ങനെയാണ് കോഴിക്കൂടും അതുപോലെ തന്നെ അടിക്കാൻ പോണേ. കോഴിക്കൂടിന്റെ ഈ അടിഭാഗത്ത് ഏഷ് കളറും, ഏഷ് എന്ന് പറഞ്ഞ ഗ്രേ, പിന്നെ കമ്പിമേ വെള്ള പെയിന്റ്, അങ്ങനെയാണ് അടിക്കാൻ പോണേ. അപ്പൊ അവരങ്ങനെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെരുപ്പിന്റെ വാറ് പൊട്ടി. അയ്യോ പൊട്ടിയിട്ടില്ല ചേട്ടാ, അത് ഊരി പോന്നേക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ ഇനി പെയിന്റ് അടിച്ച് ഭംഗിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവനെ കൊണ്ട് ഇവരെ കൊണ്ടൊക്കെ പാട്ട് പഠിപ്പിക്കട്ടെ. അപ്പം ഭയങ്കര ഡാൻസറാണ്. ഡാൻസ് ചെയ്യും നമ്മള്. നീ ഡാൻസ് കളിക്കോ? നമ്മുടെ മറ്റേ പെയിന്റ് വർലി പെയിന്റ് മാറ്റാണ്. അല്ല വർലി മറ്റേ നമ്മുടെ അരുൺ കോക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇതുണ്ടായിരുന്നില്ലേ? അരുൺ കോക്കൂര് വിഷമം അത് കാണുമ്പോ. ഏയ് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് അടിച്ച സാധനമായിരുന്നു. അതന്നെ ചുട്ട വെയിലാട്ടാ, ചുട്ട വെയിലാ. ഇവൻ ബുദ്ധിപരമായിട്ട് തണലത്തേക്ക് പോന്നു അല്ലേ? അല്ല 3 മണി വരെ പെയിന്റ് ചെയ്യാൻ, അല്ല 3 മണി വരെ പെയിന്റ് ചെയ്യാൻ പാടില്ലല്ലേ? 11 മണി തൊട്ട് 3 മണി വരെ ഇറങ്ങാൻ പാടില്ല എന്നാണ് പറയണ്ടേ. എപ്പോഴാണ് സൂര്യാഘാതം ഉണ്ടാവാന്ന് പറയാൻ പറ്റി. തളർന്നു വീഴേ. പേപ്പറിൽ കണ്ടാ? കണ്ടല്ലേ? അപ്പൊ തളർന്നു വീഴും ചിലപ്പോ. അപ്പൊ അങ്ങനെ ഇന്നലെ അവരൊക്കെ കഴുകി വെടുപ്പാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലത്ത് കൊണ്ടുവന്ന് ഇവർ നോക്കിയ ഫുള്ള് വൈറ്റ് അടിച്ചു. മതിൽ കണ്ട, പുതിയ മതിൽ പോയില്ലേ നമ്മുടെ. വൈറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയാൽ പൂക്കളൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങി. ഇവിടുത്തെ പൂക്കൾക്ക് ഒരു ഭംഗി വന്നു തുടങ്ങി. ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് അറിയും. അല്ലാണ്ട് കോഴിക്കോട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലോ, മനോഹരമായ കോഴിക്കോടാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് പൂപ്പറ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് തന്നെ അവർ ഭംഗിയാക്കണ് കോഴിക്കോടിനെ. ഞാൻ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ശരിയാവില്ല. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ കോഴിക്കോടൊക്കെ വെടുപ്പാക്കി കോഴികളൊക്കെ അടിച്ച് പുറത്താക്കി. ഇതേ ഒക്കെ ആ മാങ്കോസിൻ്റെ ഇടയ്ക്കിൽ കോഴിക്കോട് അല്ല കോഴികൾ വെക്കണം കട. ചാത്തനും 2, 4, 6, 7 പെടകളും. ഒറ്റക്കണ്ണൻ ചാത്തനും 7 പെടകളും. ഒറ്റക്കണ്ണനാള്. വലത് കണ്ണ് കാണില്ല, ഇടത് കണ്ണ് മാത്രമല്ലോ. അപ്പോൾ ഒരു പെയിൻ്റൊക്കെ കൂട്ടണ്. കോഴിക്കോടിൻ്റെ ഉള്ളിൽ വെടുപ്പാക്കി ഞാൻ കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ എന്തൊരു കളറൊക്കെ അടിക്കണത്? കമ്പി വെള്ള. അല്ല ഈ തറയിലടിക്കണ്ട. ഞാൻ തറ അടി അടിയില് ചിന്തൂരിടും.
അപ്പോൾ ഇന്ന് ഞങ്ങൾ മലപ്പുറത്തേക്ക് പോയപ്പോൾ ഞങ്ങൾ മലപ്പുറത്തിൻ്റെ അല്ലാതെ പറയലല്ലേ അല്ല മലപ്പുറത്തേക്ക് പോയപ്പോ ഒന്നും കഴിച്ചിട്ടില്ലേ ഉന്നക്കായല്ലേ ചേട്ടൻ ഉണ്ടാക്കാൻ പോണേ അത് നമ്മൾ കഴിച്ചത് അക്കാദമിയില് മറ്റേ ഇറ്റ്ഫോക്ക് നടക്കുമ്പോ അവിടെ നിന്നാണ് ഉന്നക്കായ കഴിച്ചത്. അപ്പോൾ ഉന്നക്കായ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നേന്ത്രപ്പഴം കൊണ്ടുള്ള സിമ്പിൾ സാധനമാണ്. 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 3 നേന്ത്രപ്പഴത്തിൻ്റെ ആവശ്യമില്ല, കണ്ടമാനം കിട്ടും. ഞങ്ങൾ ഉണ്ടാക്കണതിൽ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവട്ടെ, കാരണം നമുക്കിത് ഇതറിയാവുന്ന എക്സ്പേർട്ടുകൾ ഇത് കണ്ടിട്ട് ഞങ്ങളെ തല്ലി കൊല്ലരുത്. നമുക്കറിയാവുന്ന പോലെ നമ്മൾ ചെയ്യുന്നു. അതന്നെ, ഉന്നക്കായ മലബാറിൻ്റെ സ്പെഷ്യൽ സാധനമാണ്. ആദ്യം നമ്മൾ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നേന്ത്രപ്പഴം ഈ വല്ലാണ്ട് പഴുത്ത നേന്ത്രപ്പഴം ഇതിന് വേണ്ട എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായി പഴുത്തതാവുമ്പോഴേ അതിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ആക്കില്ലേ, അപ്പം ആ ഷേപ്പിൽ നിൽക്കില്ലേ അത്. അതന്നെ, അതാവൂല്ലേ. അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് കളയുന്നു. ഇപ്പം നമുക്ക് കളയണം. ചോറില്ലേ നമ്മൾ കഴിച്ചില്ലേ? ചേട്ടൻ കഴിച്ചില്ല അല്ലേ? ഞാൻ കഴിച്ചു. നീ കഴിച്ചു? ഞാൻ കഴിച്ചു, ഒരു കടി കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തില്ലേ ഇത് ഈ സാധനം, ഈ ചോറ് നമുക്ക് അരി 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 ഇതിനൊരു പുളിപ്പുണ്ടാവും, അതാവോ? അല്ല അതിനൊരു ഭംഗി കുറവല്ല അത് പിന്നെ ഞാൻ ഇതാണ്ട ഇത് കളയണം. അങ്ങനെ ഒരു പഴത്തിൻ്റെ മുഴുവൻ കളഞ്ഞിട്ടില്ലേ? ഇനിയുണ്ട്. വാ, ഞാൻ കളയണം. നിനക്ക് കളയാൻ പറ്റിയ നീ കളഞ്ഞോ. ഇതിൻ്റെ അരി എങ്ങനെ വേണമെങ്കിലും കളയാട്ടാ. പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ കളയാം, പുഴുങ്ങാണ്ട് കളയാം. ഞാൻ പുഴുങ്ങിയിട്ട് കളയാം. ഇതിൻ്റെ ഉള്ളിലത്തെ ഞാൻ തിന്നുകൂടെ? അതെങ്ങനെ അടിപൊളി നേന്ത്രപ്പഴമാണ്, നാടൻ നേന്ത്രപ്പഴമാണിത്. അല്ല ഇതിന് നല്ല ടേസ്റ്റാണ്. നേന്ത്രപ്പഴത്തിൻ്റെ അതേ രുചി തന്നെ കിട്ടും. ഇതിൻ്റെ നേന്ത്രപ്പഴല്ലേ? നേന്ത്രപ്പഴല്ലേ? എന്തുട്ടോട് ഇത് കടിക്കുന്നു. പുളിറുമ്പോൾ എന്തുട്ടാ സാധനം ഇതോടെ കടിച്ചു. പുരികത്തിന് താഴെ പോയി. നല്ല നേന്ത്രപ്പഴം. വെള്ളം തിളച്ചുടങ്ങിയിട്ടും ഇവിടെ. അപ്പോൾ നമുക്ക് ക്യാമറാമാൻ നമുക്ക് ഈ കണ്ടമാനം സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ അക്കാദമിയിൽ ബാക്കി പറയും. ഇത്രയുള്ള കുറേ റെസിപ്പികൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉന്നക്കായ നല്ല ഇഷ്ടമായി. പിന്നെ അതിശയപത്തിരി എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഒരു പിസ്സ പോലെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചിട്ടൊരു സാധനം. 60 രൂപ ഒരു പീസിന്. അത് 80 രൂപ. ഒരു രസമില്ല. അതിശയപത്തിരി അല്ലേ? അതാവ് ചിലപ്പോൾ നല്ല ടേസ്റ്റുള്ള സാധനമാവും കേട്ടോ. അത് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഡേ പോയപ്പോൾ ഞാനത് തിരഞ്ഞു പോയിട്ട് വാങ്ങിച്ച് കഴിച്ചതാണ്. ശരിക്കും ഫുഡ് ഫെസ്റ്റിവലാണ്. പക്ഷേ അതെനിക്ക് അത് കഴിക്കാൻ പറ്റിയില്ല. ഒന്നാമതിൽ ഉള്ളൊന്നും വെന്തിട്ടില്ല. അങ്ങനെ ഇഷ്ടമായില്ല അത്. സിമ്മിലിടാം നമുക്കേ. പിന്നെ അതുപോലെ എന്തുട്ടാ, പിന്നെ നമുക്ക് വിഷമം തോന്നിട്ടെന്ന് പറയൂ ഇത് കഴിച്ചപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ്. ചിക്കൻ കട്ട്ലേറ്റിന് ചിക്കൻ എന്ന് പറയണ സാധനം ഇല്ല അതിൻ്റെ ഉള്ളിൽ. ഉരുളോ അങ്ങനെ വിലയുണ്ടേ. വിലയുണ്ട്. 30 രൂപ ഒരെണ്ണത്തിന്. 30 രൂപ 40 രൂപ 30 രൂപയാണോ ചിക്കൻ കട്ട്ലേറ്റ്? ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ട തിന്നത്? വേണ്ട ചേട്ടാ, തീ കേട്ടാ ഗ്യാസിന്റെ മണം വരുന്ന പോലെ. തീ കുറച്ചാ. ഉന്നക്കായ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തലശ്ശേരി ബിരിയാണി അത് നല്ല രസമുണ്ടായിരുന്നു. അത് തലശ്ശേരിക്കാരനെ ഉണ്ടാക്കുന്നിട്ടാ, അവരെന്നെയാണ്. എല്ലാ ജില്ലക്കാരും വന്നിട്ട് തന്നെ ഉണ്ടാക്കണ്ടായിരുന്നു. തൃശ്ശൂർക്കാരുണ്ടായിരുന്നു മസാല ദോശ, നെയ് റോസ്റ്റ് ഒരു വാഗയ്ക്ക് കൊള്ളില്ല. അതെ, ഞാൻ കഴിച്ചില്ല ചേട്ടാ. നീ കഴിച്ചില്ലടാ ജഗുവ? വിശപ്പുണ്ടായ അത് എന്തൊരു ദോശയാ? നെയ്റില്ല. ഞാനൊരു പറഞ്ഞേ 3 കഴിച്ചോളൂ ജഗു. നെയ്യൂല. വാങ്ങിച്ചോണ്ടിരാൻ വേണ്ടിട്ട് ഇപ്പൊ 3 അച്ഛൻ നിർത്തിയില്ലേ. നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണ നെയ് റോസ്റ്റിന്റെ വലിപ്പമൊന്നുമില്ല കേട്ടാ. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കണ ദോശയില്ലേ അതിന്റെ വലിപ്പമുള്ളൂ. കാശ് വാങ്ങിക്കണ്ടല്ലോ.
കാശ് വാങ്ങിയിട്ടുണ്ട് അവർ. ഇത് വെക്കാം നമുക്ക്. അത് ചൂടുണ്ടാവും. ഇതാ പഴം സൈതയിൽ വെക്കാൻ പോകണം. ഇഡ്ഡലി തട്ടണം കേട്ടാ. ഇനി കഴിയുന്നു കേട്ടെ. ഒരു വല്ലാണ്ട് വെന്തുടയണ്ട. അയ്യോ പോയി ചേട്ടാ, ഒരു പീസ് നിലത്ത് വീണു. കഴുകാം. നിലത്ത് എന്ന് പറഞ്ഞാൽ മണ്ണിലല്ലോ വീട്ടിലല്ലേ? മണ്ണിലല്ല, ഇതുമ്മേ ഈ തിണ്ടുമ്മേ. ഇതുമില്ലേ ഭയങ്കര ചൂടാ. ഇതാ 2-3 മിനിറ്റ് മതിയില്ലേ? ആ തിളച്ച് കഴിഞ്ഞിട്ട് 3-4 മിനിറ്റ്. തിളച്ചത് ആവിയറിൻ്റെ. ആ അത് ഒന്ന് വേവണ്ടേ? പഴം ഒന്ന് വേവണ്ടേ? ചേട്ടാ ഇതായി സമയം. തീ ഓഫ് ചെയ്തോ. തീ ഓഫ് ചെയ്തോ. തുറന്നോ. ആ പഴം പുഴുങ്ങി വല്ലാണ്ടായിട്ടില്ല ചേട്ടാ. അപ്പോൾ പുഴുങ്ങിയ പഴം നമ്മൾ ഒരു പാത്രത്തിൽ ഇടുന്നു. ഇത് ഉടയ്ക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യമല്ല, വേറെ ഒന്നുമില്ല. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് തരുക. അപ്പോൾ ഈ പഴമല്ലേ, ഈ പഴം നമ്മൾ ഉടയ്ക്കുന്നു കേട്ടോ. ഇത് നന്നായി ഉടച്ചു കേട്ടോ, നന്നായി ഉടച്ചു. ഇതിനി ഒരു ഉരുളിലേക്ക് വയ്ക്കണം. ചൂട് ഭയങ്കര. ഇതേ ഇങ്ങനെ ആക്കി വെച്ചു കേട്ടോ. നമ്മളിത് ഇങ്ങനെ ആക്കി വെച്ചു. അപ്പോൾ നമ്മൾ പിന്നെ അടുത്തത് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എൻ്റെ തൊണ്ടടഞ്ഞിട്ടുണ്ടാ ജല. നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പില്ലേ, നോക്കിയേ കുനുകുന നെയ്യാക്കിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇടുന്നു. ഇളക്കിക്കോ. മുഴുവനോടെല്ലാം അണ്ടിപ്പരിപ്പ് ഇടണ്ട കേട്ടോ. ചെറുത് പൊട്ടുകളാണ് മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. അവിടെ നിന്ന് കിട്ടിയല്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരൊന്നും ഉണ്ടായിരുന്നില്ല. നാളികേരവും ഏലക്കായും പഞ്ചസാരയും. ഇതൊക്കെ ഓപ്ഷണല്ല, ഓപ്ഷനാണ് ചേർത്താൽ മതി എന്നുകൊണ്ട്. അല്ല കൂട്ടിനൊരു ടേസ്റ്റ് വേണ്ടേ? പഴം മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ജഗുവിന് തിന്നാമായിരുന്നു. ജഗുവിന് പഞ്ചസാരയോട് താല്പര്യമില്ല. പഞ്ചസാര ഇഷ്ടമല്ല, അണ്ടിപ്പരിപ്പ് ഇഷ്ടമല്ല, മുന്തിരി ഇഷ്ടമല്ല. ഇനിക്ക് ഉണക്കമുന്തിരി ഇപ്പം ഇടും കേട്ടോ. കുറച്ച് ഉണക്കമുന്തിരി കഴുകി വെച്ചിട്ടുള്ളതുണ്ട്. ഒന്ന് മൂത്തിട്ട് മതിയില്ലേ? ചെറുതായിട്ട് മൂക്കട്ടല്ലേ? എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല ചേട്ടാ. ഇതുണ്ടാക്കണ്ട കേട്ടറിവ് മാത്രമല്ലോ. ഇതേ ഇടുന്നു. ഉണക്കമുന്തിരി ഇടുന്നു കേട്ടോ കുറച്ച്. ഉണക്കമുന്തിരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് നാളികേരം ചരിക്കിയത് കൊണ്ടുവന്നിട്ട് മുന്തിരി വീർത്തു. അപ്പോൾ നമ്മൾ നാളികേരം ഇടണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്ങിനാണ്. നാളികേരം വല്ലാണ്ട് അങ്ങോട്ട് മൊരിച്ചെടുക്കണ്ട. പിന്നെ ഇതിലേക്കുള്ള ചേർക്കണം മധുരമുണ്ട്. മധുരം പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് ചിലർക്ക് നല്ല ചില ഉന്നക്കായി നല്ല മധുരം ഉണ്ടാവും എന്ന് പറയുന്നിട്ടുണ്ട്. നമുക്ക് മധുരം ഇതേ പഞ്ചസാരയിലേക്ക് ഇടാം കേട്ടാ. നമ്മളൊരു പഞ്ചസാര കടിക്കണ പോലെ തോന്നാറുണ്ടല്ലോ. അതൊക്കെ ചിലത്തെ ഇതുപോലെ 5 ടീസ്പൂൺ ഇട്ടുണ്ട്. മതിയില്ലേ? 5 ടീസ്പൂൺ മതിയില്ലേ? ഭയങ്കര മധുരാവും ചേട്ടാ. ഭയങ്കര മധുരാവില്ല. നമുക്ക് കഴിക്കാനല്ലേ കുഴപ്പമില്ല. പിന്നെ എന്നാൽ ഇളക്കി കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ തൊട്ട് ചെയ്യണേ. ഞാൻ പിന്നെ തൊട്ട് ചെയ്യണേ ഇളക്കല്ലേ? അല്ല എനിക്കൊരു സംശയം. ഇളക്കല് ഞാൻ നിർത്തിയിട്ട് പോലുമില്ല. നല്ല മണമൊന്നും തുടങ്ങിയില്ലേ? ഇല്ലേ? ഏലക്കായ മണമായിരിക്കും. തുറന്നപ്പോ മണം വന്നതാവൂല്ലേ? ഞാൻ ഇതിന്റെ മണല്ലേ പറഞ്ഞത്. ഇതിന്റെ മണ പറഞ്ഞത് ചേട്ടാ. ഇതിന്റെ ചേട്ടാ പറഞ്ഞത് നല്ല മണം ഇതിന്ന് വരുന്നുണ്ടെന്നാ പറഞ്ഞ. അല്ലടാ ജഗ്ഗുവാ, ഇല്ലടാ തുന്തിരി വന്ന് പെട്ടെന്ന് വായില് വന്നു. ആയി തുടങ്ങിട്ടാ. അപ്പൊ നമുക്ക് കുറച്ച് ഏലക്കായ പൊടി ഇടാം. തിരുവണ്ടി ഏലക്കായ ഇടണ വേണ്ട. ഇത് ഏലക്കായ തന്നെ പൊടിച്ചതല്ലേ, പഞ്ചസാര ചേർക്കാണ്ട്. ഏലക്കായ പൊടി പഞ്ചസാര ചേർക്കും.
നമ്മൾക്കിപ്പോൾ 4 ഏലക്കായ നമ്മുടെ കയ്യിലുള്ളത് എനിക്ക് ആകെ പൊടിക്കാൻ. അപ്പം അത് തന്നെ മിക്സിയിലിട്ടാൽ പൊടിഞ്ഞ് കിട്ടില്ലല്ലോ. അപ്പം അതിൽ കൂടെ കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് പൊടിക്കും. അപ്പോൾ പൊടിയും. ഇതിപ്പോൾ ഏലക്കായ തന്നെ പൊടിച്ച് വെച്ചാൽ മതി. തീ ഓഫ് ചെയ്തോ സരിത? ഓക്കെ, അത്രയും മതിട്ടാ. തീ ഓഫ് ചെയ്തോ? ഇനിയാണ് ചേട്ടൻ്റെ കുഴയ്ക്കാൻ പോണത്, ഉരുട്ടാൻ പോണത്. ഞാനെല്ലാം ഉരുട്ടുന്നത് നീ ഉരുട്ടിയായില്ലേ? ഞാനാണോ? ആ, നീ അത് ഇങ്ങനെ ആക്കി അതിൻ്റെ നടുവിലാണ്ട് കുത്തി കയറ്റിയാൽ മതി. എനിക്കൊന്നും അറിയില്ല ചേട്ടാ. തീ ഓഫ് ചെയ്തോ? ഓഫ് ചെയ്തു. നീ ഇങ്ങോട്ട് ഇറക്കി വെക്കോ, ഇവിടേക്ക് വന്നോ. ഇപ്പം നല്ല മണം വരുന്നുണ്ട് ഇതിൻ്റെ. അങ്ങനെ കൂട്ട് സെറ്റായിട്ടാ. ഞാൻ അടുത്തത് സരിത കൈ കഴുകി വന്നോ. സരിതേ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ വലിപ്പം കൂടിയേ. അത്ര വലിപ്പം ഉണ്ടല്ലേ? അതിലും ഇത്തിരി വലിപ്പം ആയിക്കോ, അത് കുഴപ്പമില്ല. ഉരുട്ടിയിട്ട് ശരിക്കും സെൻറ്ററിൽ ഇങ്ങനെ ഉണ്ടാക്കണം. ശരിക്കും ഇങ്ങനെ പരത്തണം കേട്ടോ. എന്താവുന്നൊന്നും എനിക്കറിയില്ല. എല്ലാ സ്ഥലത്തേക്കും ഒരേ പോലെയാക്ക്, വിള്ളലുകൾ വരുത്താണ്ട്. ഞാനാക്കണ്ട വെച്ചിട്ട് പെണ്ണുങ്ങൾ ചെയ്യാണതിന് ഭംഗി. ഇനി അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇരിക്കുന്ന ഇടാം. ചേട്ടാ ഈ സാധനം കൂട്ട് ഇത് അധികമായിട്ടുണ്ടല്ലേ? കുറച്ച് ഇതേ ചേട്ടണോ എന്നിട്ട് മടക്കണോ? മുട്ടിക്ക് കഴുത്ത് വിട്ട്. ആ സരിക്ക് മനസ്സിലായി, ഐഡിയ മനസ്സിലായി. ആഹാ, അതിന് വല്ലാണ്ട് പരത്തിയേ. ഇനി 2 സൈഡും സമാധാനം. പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അവര് എക്സ്പെർട്ടുകളാണ്. എത്ര നാളുകൊണ്ടാന്നറിയോ അവരിതൊക്കെ ചെയ്യണത്. സരിത ഉന്നക്കായനെ ഭംഗിയിലാക്കി തുടങ്ങിട്ടാ. ആഹാ, ഈ തല മുട്ടി, ഈ തല ആദ്യം ഒരു ഭാഗം ശരിയാക്കട്ടെ. ഇതിങ്ങിട്ട് കാണിച്ചേക്കേ. ഒരു ഭാഗം ശരിയാക്കിയിട്ട് അടുത്ത ഭാഗം എന്റെ കൈ തരിക്കുന്നു കൊളാക്കാൻ. അല്ല, അടുത്ത് ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. ഭയങ്കര ടേസ്റ്റ് ആയിക്കട്ടെ ഈ സാധനം. അടിപൊളി നേന്ത്രപ്പഴം നമ്മുടെ. നേന്ത്രപ്പഴം ഫുള്ളായിട്ട് ഉടഞ്ഞിട്ടില്ലേ നമ്മുടെ? ഇവിടെ ശരിക്കും സരിത ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഉന്നക്കായ ഒരെണ്ണം ഉണ്ടാക്കി. അപ്പോൾ ഇത് വെക്കുന്നു. 3 ആകുമ്പോൾ ഞാൻ ചീഞ്ചട്ടി അടുപ്പത്തേക്ക് കേട്ടാ. അടിപൊളിയായിട്ടില്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? വെളിച്ചെണ്ണയില്ല, നമുക്ക് മറ്റേ ഫാത്തിൽ വന്നിട്ടുള്ള സൺഫ്ലവർ ഓയിൽ, ഒറിജിനൽ സൺഫ്ലവറിൻ്റെ കുരു പൊടിപ്പിച്ചിട്ടുള്ള ഓയിൽ എടുത്താൽ പോരെ. അതുകൊണ്ട് ഉണ്ടാക്കാട്ടെ. സരിത 2ാമത്തെ ഉണ്ടാക്കണു. അപ്പോൾ ഞാൻ അയ്യോ എൻ്റെ കൈ കരി ഈ ചീഞ്ചട്ടിയിൽ അടിയിൽ കരി ഉണ്ടല്ലേ സരിത? അത് മറ്റേ വിറകടുപ്പം വെച്ചിട്ടുണ്ടോ? ആ കുഴപ്പമില്ല. നമ്മുടെ ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. ഇതാണ് ഒറിജിനൽ സൺഫ്ലവർ ഓയിൽ. ഭയങ്കര വില കേട്ടാ. നമ്മുടെ ശോഭ സിറ്റിയിലത്തെ ഫാത്തിമ സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ, അപ്പം അവരവിടെ നിന്ന് തന്നതാ നമുക്ക്. ഇതിൻ്റെ കുരുക്ക് ശരിക്കുള്ള ഈ മറ്റേ സാധാരണ നമ്മൾ വാങ്ങിക്കണ പാക്കറ്റ് സൺഫ്ലവർ ഓയിലില്ലേ, അതിന് 90-100 രൂപയ്ക്ക് ഉള്ളതുകൊണ്ട് ഇതിന് 1/2 കിലോന് 1/2 ലിറ്ററിന് 293 രൂപ. കാരണം ആ സൺഫ്ലവറിന്റെ സീഡിന് വിലയുണ്ട്. അതെന്തോരം ആട്ടുമ്പോഴാണെന്നറിയ ഇത് കിട്ടണേ. നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിലിൽ വിലം ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്രത്തിന്റെ സൈഡ് ഭാഗത്ത് ജാതി ഒട്ടലായിരിക്കും. പക്ഷെ ഇതുകൊണ്ട് എന്നിട്ട് ചെയ്യുമ്പോൾ ആ ഒട്ടലൊന്നും ഇല്ല. അപ്പൊ അതിലെന്തുണ്ട് സാധനമാണ് അവ ചേർക്കണത്. അത് ശരിയാവണ്ടേ? ഓയിൽ ഒഴിക്കുമ്പോ ഇത് പൊട്ടിയിട്ടേ ചേട്ടാ അതിന്റെ ഉള്ളിലത്തെ സാധനമൊക്കെ പുറത്തേക്ക് വരും. ഇതേ ഈ ഉന്നക്കായ ഈ ഇതിലുണ്ടാക്കണത് നഷ്ട. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം ശരിക്കും.
അല്ല അത് ഏത് വേണമെങ്കിലും ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടാ. അതല്ല സരിത ഇത്രയും വിലയുള്ള സാധനത്തില് ഇത് ഉപയോഗിക്കുന്നത് നഷ്ടമാന്ന് പറയാ. പഴം നന്നായി ഉട കുറയുന്ന കാരണം കേട്ടോ അങ്ങനത്തെ കുഴപ്പം വരുന്നത് എന്തുകൊണ്ട് അല്ലേ. അയ്യോ ഞാൻ കയ്യുമ്മ നെയ്യാക്കാൻ മറന്നു ചേട്ടാ. അതിന് നെയ്യേക്ക് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാ പ്രാവശ്യം നെയ്യാക്കണം. അതുകൊണ്ടാണ് ഇവിടെ പണിയെടുത്ത് തുടങ്ങുന്നത് ഇത്രയും നേരം. ഇതിലാക്ക് നെയ്യാക്ക്. നെയ്യിന് എവിടെയാക്കാ? അത് കയ്യിൽ ഓൾറെഡി ഇത് ചെയ്ത് കഴിഞ്ഞില്ലേ? അല്ലേ ഇനി ആക്കിയാലും മതി. ഫില്ലിങ് ഇടുന്നതിലും മുന്നായാലും ചെയ്താൽ മതിയായിരുന്നു. അല്ല ഇനി ആക്കിയാലും മതി തന്നെ വെറുതെ തിന്നാലോ. അല്ല നീ പുഴുങ്ങിയ പഴല്ല, ഞാൻ തിന്നോക്കട്ടെ. നല്ല ടേസ്റ്റാ. എനിക്ക് വേണത്തിരി നീ തിന്നാദ്യം. രസല്ലേ രസല്ലേ? നല്ല രസാ. എന്താ മോശം? അണ്ടിപ്പരിപ്പ് കിട്ടിയിട്ട് തരുതാ. അവർ അണ്ടിപ്പരിപ്പ് ഇതിനടുത്ത് തന്നെ പോവാ. സെറ്റായി. പഴം വാ. അപ്പോൾ നമ്മുടെ ഉന്നക്കായനെ ഇടാൻ പോണു കേട്ടാ. ഇതേ ഒരെണ്ണിടാൻ പോണു. രണ്ടുന്നക്കായ ഇടാൻ സരിതാ ഒരു ട്രിപ്പില്. രണ്ടെണ്ണം കേട്ടോ. ശരിടാ സൺഫ്ലവർ ഓയിൽ അടിപൊളി. അങ്ങനെ ഒരു ഉന്നക്കായ ഗർഭാവസ്ഥയിൽ തന്നെ അലസിപ്പോയി. അയ്യന്റെ മുഖത്ത് നിറയെ കരി ചെയ്താ ഇതിന്റെ അടി ഇല്ല ഇതുവരെ ആയിട്ടില്ല. നമ്മുടെ മഹേഷും ശിവയ്ക്കും ഇത് വേഗം കൊടുക്കാം. അവരെ പണിയൊക്കെ കഴിഞ്ഞ അവര് ചായ കൂടിയൊക്കെ കഴിഞ്ഞവരുടെ കഴിഞ്ഞതാട്ടാ. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവരെ പണി കഴിഞ്ഞാലും അവരവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് നമ്മള്. നമുക്ക് മഹേഷിനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിട്ട് അത് വേഗം ആവുമ്പോ അവർക്ക് കൊടുക്കാത്. നെയ്യേ ചേട്ടാ നെയ്യാക്കിയപ്പോ നല്ല സുഖമായിട്ടാവുന്നുണ്ട്. തീ കുറക്കി. തീ കുറച്ചിട്ട് തന്നെയാ ഇത് മൊരിക്കണം. ഇങ്ങനെ കളർ വരണം. നെയ്യ് പരട്ടുമ്പോ നേരത്തെ രണ്ടാമത്തെ ഉണ്ടാക്കിയപ്പോഴേ ഞാൻ വിചാരിക്കായിരുന്നു ആദ്യത്തെ ഉണ്ടാക്കിയപ്പോ നല്ല സുഖമായിരുന്നു. മനസ്സിലായില്ലേ? ഷേപ്പ് ഒന്നും ശരിയാവണൊന്നും ഇല്ല കേട്ടാ. നെയ്യ് അങ്ങനെ അയക്കാ മതി. എനിക്കറിയുന്ന പോലെ നമുക്കറിയുന്ന പോലെ ചെയ്യാ. അതിനിപ്പോ ആളുകൾ കുറ്റം പറയുന്നില്ലേ? ശരിയാണല്ലോ അല്ലേ? ഇത് ബോള് പോലെ ആയിക്കൊന്നിട്ടോ കുഴപ്പം. ഒരു കുഴപ്പമില്ലേ? ബോള് പോലെ സുഖകാര്യം. നമ്മുടെ കോഴിക്കോട്ടെ പോലെ അല്ലേ? അപ്പൊ ഉന്നക്കായ എന്ന് പറയാൻ പറ്റില്ല. ഉന്നം ഇതിങ്ങനെ ഇത് ശരിക്കും കണ്ടില്ലേ? ഇത് ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ബോംബുകളൊക്കെ മോളി നിട്ടില്ലേ? അതിന്റെ ഒരു ഷേപ്പ് അല്ലേ ഇത്? അല്ലേ? അതെ ബോംബിലടാ മറ്റേത് മനസ്സിലായി. എനിക്ക് ഒരറ്റത്തൊരു സാധനം ഉണ്ടാവും അതിങ്ങനെ കടിച്ചിട്ട്. അല്ല വണ്ടം ബോംബുകള്. അതിന് ഈ ഷേപ്പല്ല. അത് ഏയ് നോക്കിയേ നോക്കിയേ ജഗുണ്ടേ. ആയി തോന്നുന്നു. ഇതെങ്ങനെ വേണേലും മൊരിച്ച് അവരെങ്ങോട്ട് വിളിക്കാം. മക്കളെ കേറി വാടാ മക്കളെ. നമ്മളിത് എടുക്കാൻ പോണ കേട്ടാ. ഫസ്റ്റ് എടുക്കാൻ പോണ് രണ്ട് ഉന്നക്കായ. അത് അസൽ. നിങ്ങൾ ഉന്നക്കായ എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ടുണ്ടാ? സൺഫ്ലവർ ഓയിലില്. വാ അതെ ഇപ്പുറത്ത് നിൽക്ക. ഇതേ ഉന്നക്കായ രണ്ടെണ്ണം നിങ്ങൾക്ക് വേണ്ടി വേഗം റെഡിയാക്കിയതാ. അത് വേറെ വേറെ അല്ലേ? ഇതൊരെണ്ണം ഇടാൻ പോകുന്നു കേട്ടോ അതിലേക്ക്. അടുത്തത് അപ്പോൾ മഹേഷ് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും. പാട്ട് പാടി ഇതിപ്പോ ചൂടല്ലേ? ചൂടാറിനോടുകൂടി പാട്ട് പാടും. അല്ല പോവാൻ വേണ്ടി ഡ്രസ് മാറിയതാ? ചൂട് കുറയ്ക്കാനാ? അത് കുറച്ച് കഴിഞ്ഞാൽ ചൂടാറും.
അപ്പൊ മഹേഷ് നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഏത് പാട്ടാണ് പഠിച്ചു വന്നിട്ടുള്ളത്? ഇന്ന് പഠിച്ചു വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയാണ് പഴയത്, കമലഹാസന്റെ. പിന്നെ അതിലൊരു പാട്ടുണ്ട്, പച്ചക്കിളികൾ തോലോട്. ഇവിടെ ഇരുന്നിട്ട് പാടും. അതന്നെ ഇരിക്കി, രണ്ടുപേരും ഇവിടെ ഇരിക്കി. അവനൊരു മെന്റൽ സപ്പോർട്ടിന് നീ പാടണ്ട, നീ ഒരു മെന്റൽ സപ്പോർട്ടിന് അവിടെ ഇരുന്നാ മതി, അവന് ഒരു സപ്പോർട്ടിന്. അപ്പൊ തുടങ്ങാണ്. യെസ്, ഓക്കെ. മുൻമൂച്ചിൽ ഞാൻ வாழ்ந்தாൽ പെൺ മുതുമൈ ആനന്ദം, നീ ഇന്നൊരു പിറവിയിൽ എന്നെ പെற்றாൽ ഇന്നും ആനന്ദം, പനി കൊട്ടും മാதത്തിൽ ഉൻ വെപ്പം ആനന്ദം, അടിഭൂമി പന്ത് சுற்றி வந்த புல்லில் ஆனந்தம், அந்தன் பேரானந்தம், கண்ணே நீ ஆனந்தம், கண்ணே உன் விழியா விரல் தழுக என் அன்பே ஆனந்தம் ஆனந்தம், பச்சை கிளிகள் தோளோடு பாற்றுக்குயிலோ மதியோடு பூலோகம் ஆனந்தத்தின் எல்லை, இந்த பூமிக்கு கண்ணீர் சொந்தம் இல்லை, சின்னஞ்சீரு கூட்டுக்குள்ள சொர்க்கம் இருக்கு, அட சின்ன சின்ன அன்பில் தானே ஜீவன் இன்னும் இருக்கு, பட்டாம்பூச்சி கூட்டத்துக்கு பட்டாயதுக்கு, அது பாசம் மட்டும் போதும் கண்ணே, காசு பணம் என்னத்துக்கு, பச்சை கிளிகள் தோளோடு பாற்றுக்குயிலோ மதியோடு பூலோகம் ஆனந்தத்தின் எல்லை, இந்த ഭൂമിക്ക് കണ്ണീർ സ്വന്തം ഇല്ലേ. അടിപൊളി. എനിക്ക് ഇത് കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് കൈ അടിക്കാൻ പറ്റുന്നില്ല. ഇനി ആയിട്ട് വന്നിട്ടുള്ളോ? ഇനി പാടണം. പാട് പാട്. അവിടെ ഇരിക്കടാ, നീ അവിടെ ഇരിക്കടാ. ഇനി പാടാൻ പോണത് അവിടെ ഇരുന്നോ? ഈ വീഡിയോ കാണല്ല, വീട്ടിലുള്ള അമ്മമാർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം പാട്ട്. എല്ലാം കാണുന്നല്ലോ. എന്തൊരു നല്ല പിള്ളേരാന്നറിയൂര്. അവിടെ ഇരിക്കി, അവിടെ ഇരിക്കി, അവിടെ ഇരിക്കി. കുറച്ചു നേരം ഞാൻ നിങ്ങളെ പൊക്കട്ടെ. അവിടെ പാസാനിത പാഗമ പമഗരി സഗരി ഗമ പാമഗരി ഗമ പാ ദപസാനി സഗരി ഗരി സരി രി സാനിത ഗ പാമഗരി ഗമ പഗമ പ പാൽക്കടലാം നിന്നിട നെഞ്ചിലാകെ കാൽത്തളയുണരുന്നു, കളകാഞ്ചി ഒഴുകുന്നു, രോഹിണി നാളി മനസ്സിൻ്റെ കോണിൽ, രോഹിണി നാളി മനസ്സിൻ്റെ കോണിൽ തുറന്നു വരുന്നമ്മ, എന്നിൽ തുളസിയണിഞ്ഞമ്മ, കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. അടിപൊളി അടിപൊളി അടിപൊളി. ഇനിയുണ്ടോ? ഇനിയില്ലേ, ഇനി മൈക്കെടുക്കാം. പാട്ട് ദേവിരെ എന്തൊരു നല്ല പിള്ളേരാന്നറിയോ. ഇങ്ങനത്തെ ഇപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ പിള്ളേരൊക്കെ കാണില്ല കേട്ടോ നമ്മള്. അവര് എന്താ പറയാ, 5000, 6000, 10000 രൂപയൊക്കെ വേണ്ടിയിട്ട് മറ്റെന്താ പറയാ വൈറ്റ് കോളർ ജോബ് നോക്കിയിരിക്കും പിള്ളേര്. ഇവര് പണിയെടുക്കാൻ തയ്യാറാ. ഇവര് പണിയെടുത്ത് കുടുംബം നോക്കണു പിള്ളേര്. സത്യം പറഞ്ഞാൽ നല്ല വേദനയുണ്ട് പുറകെ. പുതിയ ടി വി മേടിച്ചു ഞാൻ വീട്ടിലേക്ക്, ഗൂഗിൾ TV. അപ്പൊ എന്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഒരു വീഡിയോ വീട്ടില് ആ ടിവിയില് കാണണമെന്ന്. അത് സാധിച്ചു. ഇതേപോലെ വേറൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ടിവിയിലാ കണ്ടേ. ഞങ്ങള് വർക്ക് ചെയ്യുമ്പോ ഒരു വീട്ടിലേ ഞങ്ങള് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് അജുവിന്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചതാ. അപ്പൊ ഞങ്ങള് വർക്ക് ചെയ്യുന്ന ഇടയ്ക്ക് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന സബ്സ്ക്രൈബർ അവരവരുടെ വീടിന്റെ ഉള്ളില് TV വെച്ചിട്ട് എല്ലാവരും ഇത് ആസ്വദിച്ച് കാണാം. അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. നിങ്ങളവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ നമ്മുടെ വീഡിയോ അവിടെ പ്ലേ ആവണോ അല്ലേ? ഞങ്ങളെന്താ ചോദിക്കാൻ പോയി വെള്ളം ചോദിക്കാൻ കയറിയതാ. അപ്പൊ നമ്മുടെ വീഡിയോ അവിടെ നമ്മളെ കാണുന്നവര് അത്ര സന്തോഷത്തോടെ കാണുന്ന വീഡിയോ എല്ലാവരും. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണല്ലോ. അപ്പൊ
എന്തായാലും ഇവര് മഹേഷ് പാട്ട് പഠിക്കാൻ പോയി തുടങ്ങിയ ഇല്ല പോണം ഇപ്പൊ ശരിയായിട്ടില്ല. പാട്ട് പഠിക്കാൻ പോവാനായിട്ട് അപ്പൊ ഈ രണ്ടും ഉന്നക്കായ മുന്നുണ്ടാക്കിയതാണ്. അങ്ങനെ വലിയൊരു ഗായകനാക്കണം എന്നുള്ളതാണ് ശിവയുടെ ആഗ്രഹം. ഞങ്ങൾ ഒരെണ്ണെടുത്ത് രണ്ടുപേരും എടുക്കാൻ ചേട്ടാ. നിങ്ങൾ എടുത്തോ, അത് കുഴപ്പമില്ല. ഉണ്ട് സാധനം ഉണ്ട്, ചൂടുണ്ടാവട്ടെ, കഴിക്കി. ഇവിടെ തിന്ന് കഴിയുമ്പോ 2 ദിവസം ചൂടെടുത്ത് മുറിച്ചു. എന്ത് രസം കാണുമ്പോ ഭയങ്കര ക്ലാമറല്ലേ നോക്കിയേ. ചൂടുണ്ടാവട്ടാ, വായ പൊള്ളിക്കരുത്. അത് അവര് കഴിച്ചോളും. കൈ ഉറക്കേണ്ടി ചൂടുകാരനാണോ? ചൂടുകാരനാ? കൊള്ളാൻ ചേച്ചി നന്നായിണ്ട്. രസമുണ്ടാ? പിന്നെ ആ കൈ എന്ത് തോന്നി ചൂടാറിയത് ഏതായിലത്തെ ആദ്യത്തെ ആക്കിയത്? ആ ഇതും കൂടി എടുക്കട്ടാ, എടുക്ക്. ദേ നാളികേരവും വീട്ടിലമ്മേനെ കൊണ്ട് ആ ഈ വീഡിയോ കാണിച്ചു കൊടുത്താ മതി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? അപ്പൊ നമ്മുടെ സംരംഭം വിജയിച്ചു. ഇവ കോഴിക്കോട് കഴിച്ചിട്ടില്ലല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ. അതെ. അപ്പൊ ഇതൊന്ന് ഇതും കൂടി കഴിക്കി. നല്ല ചൂട്. ഇവരെങ്ങനെ ചൂടോടെ കഴിക്കുന്നത്? അല്ല ഇത് ഇവിടത്തെ ചായ കുടിച്ച് ശീലായി ചൂട്. അങ്ങനെ നമ്മുടെ മഹേഷിന്റെ പാട്ട് വളരെ നന്നായി. പാട്ട് പഠിക്കാൻ പോവാ. അതന്നെ, ഇനി കുറച്ചാളാ വഴി പിടിക്കാൻ പോവാ പാട്ട്. ഒരാടി കഴിച്ചു. അതും കൂടി കഴിക്കുക, അതും കൂടി വെച്ചിട്ട് പോയി, അതും കൂടി കഴിക്കുക, അതും കൂടി കഴിക്കും. ഞങ്ങൾക്ക് 3 പേർക്കുണ്ട് ഓരോന്നുണ്ട്, നിങ്ങൾ അത് എടുക്ക്. കറക്റ്റ് ആയിട്ട് ഇനിയിപ്പോ വേണമെങ്കിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ പഴം ഇഷ്ടം പോലെ ഉണ്ട്. പഴം ഇഷ്ടം പോലെ അവിടെ ഇരിക്കുന്നു. വേഗം വേഗം കുടിക്കുന്നത് ഈ പാട്ട് പഠിപ്പിക്കും വീണ്ടും. അല്ലെങ്കിൽ പാട്ട് അന്നത്തെ വീഡിയോ കണ്ടിട്ട് വല്ലവരും വിളിക്കുക. എന്നോട് CI വിളിച്ചിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് CI. ഞാൻ പേടിച്ച് ഞാൻ വല്ല കേസ് ഉണ്ടാക്കിട്ടോ. ഞങ്ങൾ വേറെ വർക്ക് നോക്കാം. ഞങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ എന്നിട്ട് ഒരു വീട്ടിൽ പോയി വീട്ടിൽ പോകാറുന്നു. നാട്ടു റോഡിൽ വെച്ചിട്ട് ഫോണിലേക്ക് SI അല്ല CI കോഴിക്കോട് കാറ് വിളിച്ചിട്ട് എന്തൊന്ന് പറഞ്ഞിട്ട് വിളിച്ചേ? പാട്ടൊക്കെ നന്നായിട്ടുണ്ട്, ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇരുന്ന് കണ്ടു. അപ്പൊ ഭാര്യ പറഞ്ഞു നല്ല കഴിവുള്ള ഒരു പയ്യൻ. അങ്ങനെയൊക്കെ ഞാൻ പൊക്കി പറഞ്ഞല്ല, ആള് പറഞ്ഞ പറയുന്നത്. അപ്പൊ പാട്ട് പഠിക്കാൻ പോണം, പാട്ട് പഠിക്കാൻ നല്ല കഴിവൊക്കെ ഉണ്ട്. അതൊന്ന് ഈ വർക്കിന്റെ ഇടയ്ക്കിൽ അതും കൂടി ഒന്ന് പോവോ, അപ്പൊ കാര്യങ്ങളൊക്കെ റെഡിയാവെന്ന് പറഞ്ഞു ആള് വിളിച്ചിട്ട്. ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോ ഞെട്ടിപ്പോയി. ഞാൻ കോഴിക്കോട് പോയൊന്നും കേസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ CI വിളിക്കണെന്ന് പറഞ്ഞപ്പോ വണ്ടി നിർത്തിയോടെ ഞാനും പേടിച്ചു. എന്തൊരിതായിക്കാണെന്ന് വിചാരിച്ചില്ലേ? അപ്പൊ നമ്മള് ഇതുണ്ടാക്കണത് കസറിട്ടാ സരിതര ഉരുട്ടില്ല, അടിപൊളി. ശരിക്കും ആ ഷേപ്പ് ഉണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഞങ്ങള് ആദ്യമായിട്ട് ചെയ്യുന്നത് എയിമുണ്ട്. പിന്നെ അതെ ഇത് എനിക്ക് തോന്നുന്നു ടേസ്റ്റ് കൂടാൻ കാരണം ഈ സൺഫ്ലവർ ഓയിലില്ലേ, കുരുല്ലേ, ഈ സൂര്യകാന്തി കുരു, ആ കുരു കൊണ്ട് മാത്രം ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഓയിലാണിത്. പിന്നെ നെയ്യിന്റെ ഫ്ലേവർ ഒക്കെ നല്ലോണം കിട്ടുന്നുണ്ട്, ഏലക്കായുടെ ഫ്ലേവർ ഒക്കെ. ഒരു ചായയും കൂടി വേണോ? ഇനി ചായ വേണ്ട. അയ്യോ ഇനി ചായ കുടിക്കാൻ 6 മണിക്കാ പോകുന്നുള്ളൂ വീട്ടിക്ക്. ഇവര് വീട് എവിടെയാന്നറിയോ? ഇവന്റെ വീട് നാളെ വീട് രണ്ടുപേരും വളരിയില്ല, വീട് വളരി. ഒരു ദിവസം വരെ ഞങ്ങള് വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. രണ്ടായിരോ ഇവരുടെ ശനിയാഴ്ച അവിടെയാണ്. താറാവിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടെന്ന് പറഞ്ഞാ ഇപ്പൊ താറാക്കള് ഇറങ്ങാറയ്യാ, കൊയ്ത്ത് കഴിഞ്ഞാ കൊയ്ത്ത് പോവാറയ്യാ. താറാവുണ്ടാ? ഇനിയിപ്പോ എന്തായാലും അതെ, ഇനിയിപ്പോ എന്തായാലും കൊയ്ത്ത് തുടങ്ങാറായിട്ടുണ്ട്. അപ്പൊ വിളിക്കാം കൊയ്ത്തിന്റെ സമയത്ത്. അപ്പൊ കാണാനായിട്ട് നെല്ല് ചാക്ക് കയറ്റണം. ഇവരെ പാടത്താണ്, അല്ല ഇവരെ പാടത്തല്ല, ഇവരെ സൂര്യകാന്തി പാടം. സൂര്യകാന്തി നിറയെ നട്ടുണ്ട്. സബോള, തക്കാളി, ക്യാബേജ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ പാടത്ത് ആളുകൾ കൃഷി ചെയ്യുന്നു അറിയാം. അപ്പൊ അതൊക്കെ കാണാനായിട്ട് വിളിക്കാൻ ചെയ്യണം ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിൽ. അപ്പൊ നമ്മുടെ ഉന്നക്കായ കസറിയില്ലേ, അടിപൊളി അടിപൊളി അടിപൊളി. അതല്ലടാ മഹേഷേ, നിന്നെ അറിയണോ ഒരിക്കലേ അയലക്കാര്, ബന്ധുക്കൾ, അങ്ങനെയുള്ളവരൊക്കെ? നീ പാട്ട് പാടണമെന്ന് അറിയാത്തവരൊക്കെ നിനക്ക് ഇങ്ങനെ ഒരു കഴിവുള്ള ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല, നമുക്ക് പറഞ്ഞിട്ട് വിളിച്ച. അങ്ങനെ ചോദിച്ചാൽ ഞാൻ അത് കാണിച്ചു കൊടുക്കേണ്ട ഒരു വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുത്തില്ലേ? അപ്പൊ കാണിച്ചു കൊടുക്കുമ്പോ അവരെ കിട്ടണ്ടേ ആൾക്കാരെ? ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യണ്ടേ? ഞങ്ങളോട് അങ്ങനെ ചെയ്താലേ ഞങ്ങളെ കളിയാക്കി അടിച്ചിടാണ് കൂടുതൽ ആൾക്കാർ. അത് കണ്ട് ഷെയർ ചെയ്യാറില്ല, പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആൾക്കാരില്ലേ? പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലേ, കളിയാക്കാനാണല്ലേ? പിന്നെ പണിക്ക് പോണ്ടല്ലോ, അതിന്റെ ഇടയിലല്ലേ പാടണേ. നമ്മുടെ ഉന്നക്കായ അടിപൊളി കഴിക്കേണ്ട കാര്യത്തെ കുറിച്ച് നീ ഞാൻ വേഗം നനഞ്ഞത് ഇഷ്ടം പോലെ. അപ്പൊ ശരി, അല്ല പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വരെ നിർത്താം. വീട്ടില് അമ്മയുള്ളോ?
പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. എന്റെ വീട്ടിൽ അമ്മ മാത്രമുള്ള പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഉണ്ണി 2 ഉണ്ണികള്. ഞങ്ങൾ 2 പേരും വീട്ടിലേക്ക് പിന്നെ. എന്റെ വീട്ടില് ഞാനും ചേട്ടന്മാരും അമ്മയും. കല്യാണം കഴിഞ്ഞില്ല. 2 ചേട്ടന്മാര്. ചേട്ടന്മാരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, 2 പേരും കല്യാണം കഴിഞ്ഞിട്ടില്ല. നോക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ടുപേരുടെയും അച്ഛന്മാര് മരിച്ചുപോയി. അപ്പൊ ശരി. അപ്പൊ ശരി കേട്ടോ. അപ്പൊ നാളെ കാണാം. ഓക്കെ. നാളെ ഒരു വർക്ക് ഉണ്ട് കേട്ടോ ഇവർക്ക്. നമ്മുടെ കോഴിക്കോട് ഭംഗിയാക്കണ്ടേ. ഇപ്പൊ രാജിക്കത്ത് ശരി, ബൈ. ആ അപ്പൊ നമ്മുടെ ഉന്നക്കായ നമ്മള് എടുത്തു. 2 പഴം മതി എന്നിട്ട് എടുത്തോട്ടെ ചേട്ടൻ. 3 പഴങ്ങൾ എടുത്ത കാരണം ഭാഗ്യത്തിന് ഓരോന്നിച്ച് എടുക്കാൻ കിട്ടി. ഭയങ്കര ടേസ്റ്റ് ഇത് കഴിക്ക്, ചേട്ടൻ തന്നെ കഴിക്ക്. ഞാൻ ഒരെണ്ണം എടുക്കാം, ജഗ്ഗു ഒരെണ്ണം എടുത്താ കാര്യം കഴിഞ്ഞു. കഴിക്കും. വേണ്ട, കഴിക്ക്. പറ്റില്ല, കഴിക്ക്. ഞാൻ പഞ്ചസാര കുറച്ച് കഴിക്കുന്നു. കഴിക്ക്. അതിന് വേണ്ടിട്ടാ. അബ്ബാര ടേസ്റ്റ് ഉണ്ടാ. പക്ഷേ ഇത് ഇത് ഇപ്പൊ നമ്മൾ എടുത്ത പഴല്ലേ, അതിനേക്കാളും പഴുപ്പ് കുറഞ്ഞതാവണമെന്നുണ്ട്. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, അല്ല പഴുപ്പ് കുറഞ്ഞത് മാത്രല്ല, ഇത്രയ്ക്കും വേവണ്ടെന്ന് തോന്നുന്നു പഴം. അവര് നമ്മള് അവിടെ നിന്ന് കഴിച്ചത് ഇത്തിരി ബലത്തിലല്ലേ ഇരിക്കണേ. ബലം കുറവാ നല്ലത്. ഇതിന്റെ ടേസ്റ്റ് നോക്ക് നീ. 4 അയലൊക്കത്ത് വരും അവര് അവിടെ നിന്ന് കിട്ടിയത് സാധനം. ഇതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ടായേനെ. തേങ്ങിന് അപ്പൊ നിർത്താം. ജഗത് കഴിച്ചോ. അടിപൊളി സാധനം. സൂപ്പർ സാധനം കേട്ടാ. മുന്തിരിയുള്ള ഭാഗം. അപ്പൊ നിർത്താം. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.